ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോർ സ്റ്റാർട്ടറിനെ കുറിച്ചാണ്. എന്താണ് ഒരു സ്റ്റാർട്ടർ, എന്ത് പർപ്പസിനാണ് ഈ സ്റ്റാർട്ടർ മോട്ടറിൽ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കമ്പോണൻസ് ആണ് മോട്ടറിൻ്റെ സ്റ്റാർട്ടറിൽ ബേസിക് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒരു സ്റ്റാർട്ടറിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്ന് വെച്ചാൽ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ചിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഓവർലോഡിൽ നിന്ന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓവർ കറൻറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, പിന്നെ സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിങ്ങും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള പ്രോസസ്സിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് കാരണമാണ് നമ്മളൊരു നോർമൽ സ്വിച്ച് ഉപയോഗിക്കാണ്ട് ഒരു മോട്ടറിന് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ടർ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്. അതിൽ കുറച്ച് കമ്പോണൻസ് അവൈലബിൾ ആണ്. അതായത് ഒരു കോണ്ടാക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓവർലോഡ് റിലേ ഉണ്ടാവും, പിന്നെ അതിൽ ഈ കോണ്ടാക്ടറിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു നോ വോൾട്ട് കോയിൽ ഉണ്ടാവും. ഈ കോണ്ടാക്ടർ വഴിയാണ് ഇതിൻ്റെ സർക്യൂട്ട് ക്ലോസ് ആണ്. അതായത് ഇപ്പോൾ മോട്ടറിലേക്കുള്ള പവർ സപ്ലൈ സാധ്യമാകുന്നത് ഈ കോണ്ടാക്ടർ വഴിയാണ്. അതേമാതിരി ഓവർലോഡ് റിലേ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ മോട്ടറിൽ കൂടുതൽ നേരം ഓവർ കറൻറ്റ് വന്നു, അതായത് ലോഡ് കൂടിയിട്ട് ഒരു ഓവർ കറൻറ്റ് വന്നു, അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ഓവർലോഡ് റിലേ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ നോ വോൾട്ട് കോയിൽ അഥവാ ഈ കോണ്ടാക്ടറിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോ വോൾട്ട് കോയിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലെ ഓരോ പാർട്സ്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കോണ്ടാക്ടർ, റിലേ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലിപ്പോൾ മെയിനായിട്ട് വരുന്നതാണ് ഒരു സ്റ്റാർട്ടർ. ഇതൊരു DOL സ്റ്റാർട്ടറാണ്. അതായത് ഒരു കോമൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടറാണ്. DOL സ്റ്റാർട്ടർ ഉണ്ട്, പിന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ കോൺഫിഗറേഷനാണ് ഇത്. മേലെ കാണുന്നതാണ് ഈ ഓവർലോഡ് റിലേ, പിന്നെ താഴെയുള്ളതാണ് ഇതിൻ്റെ കോണ്ടാക്ടർ, പിന്നെ ഇത് വരുന്നതാണ് ഇതിൻ്റെ കോയിൽ. അതായത് ഈ കോണ്ടാക്ടർ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോയിലാണ്. ഇതിലേക്ക് നമ്മൾ പവർ സപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ കോണ്ടാക്ട് ക്ലോസ് ആവുന്നത്. ഈ കോണ്ടാക്ട് ക്ലോസ് ആവുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ പവർ സപ്ലൈയിൽ നിന്നുള്ള പവർ നേരെ നമ്മുടെ മോട്ടറിലേക്ക് പോവുകയും മോട്ടർ റൺ ചെയ്യുകയും ചെയ്യാണ്. അതേമാതിരി ഇതേമാതിരി ഇതിൽ ഈ നോ വോൾട്ട് കോയിലിൽ പവർ സപ്ലൈ പോകുമ്പോൾ ഈ കോണ്ടാക്റ്റ് ലോസ്റ്റ് ആവുകയും ചെയ്യും, നമ്മുടെ പവർ സപ്ലൈ കട്ടാവുകയും ചെയ്യും. പിന്നെ ഈ ഓവർലോഡ് റിലേ നമുക്ക് ഇതേമാതിരി സെറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ഒരു ഓവർലോഡ് വരുന്ന ഒരു ആംബിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആംബിയർ ഒരു നിശ്ചിത സമയത്തിന് കൂടുതലാവുകയാണെങ്കിൽ ആ മോട്ടർ ട്രിപ്പ് ആവും. അപ്പോൾ നമ്മുടെ മോട്ടറിനെ നമുക്ക് ഓവർ കറൻറ്റിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. ഇതുവഴി നമ്മുടെ മോട്ടറിനുണ്ടാകുന്ന വൈൻഡിങ്ങിൻ്റെ ബേണിങ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്റ്റാർട്ടറൊക്കെ കോമൺലി ഒരു MCB വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് സർക്യൂട്ട് ബ്രേക്കർ വഴിയൊക്കെയാണ് കണക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് മോട്ടറിന് മാക്സിമം പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കോണ്ടാക്ടർ ഉണ്ട്, അതിൻ്റെ കോയിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു സ്റ്റാർട്ടർ നമ്മൾ ഇവിടുത്തെ സ്വിച്ച് യൂസ് ചെയ്തിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്വിച്ച് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ നോ വോൾട്ട് കോയിൽ നമുക്ക് വേറൊരു സ്വിച്ചിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു റിമോട്ട് ലൊക്കേഷനിൽ നിന്നോ ഈ മോട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുവഴി നമുക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മെയിൻലി ഈ ഒരു സ്റ്റാർട്ടറിൻ്റെ പർപ്പസ്. ഇതിൽ കാണുന്ന ഓവർലോഡ് റിലേ തന്നെ 2 ടൈപ്പ് റിലേസ് ഉണ്ടാവാറുണ്ട്. അതായത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡും ഉണ്ടാവാറുണ്ട്, തെർമലി കൺട്രോൾഡും ഉണ്ടാവാറുണ്ട്. ഇതൊരു തെർമലി കൺട്രോൾഡ് ഓവർലോഡ് റിലേ ആണ്. ഇപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടേഴ്സിൽ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് റിലേസും വരാറുണ്ട്, കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കമ്പോണൻസ്. അതായത് ഒരു ഓവർലോഡ് റിലേ ഉണ്ടാവും, ഒരു കോണ്ടാക്ടർ ഉണ്ടാവും, പിന്നെ നോ വോൾട്ട് കോയിൽ ഉണ്ടാവും ആ കോണ്ടാക്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർ ഡെൽറ്റയുടെ കേസിൽ വരുമ്പോൾ കോണ്ടാക്ടറിൻ്റെ എണ്ണം കൂടും, അതേമാതിരി റിലേസ് മാറും, പിന്നെ ടൈമേഴ്സ് ഉണ്ടാവും. ഈ സ്റ്റാർ ഡെൽറ്റയെ കുറിച്ച് നമുക്കൊരു അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.